കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഇഷിത ആകെപ്പാടെ അസ്വസ്ഥയാണ് ആതിരയുടെ കാര്യത്തില്. കാരണം ആതിരയുടെ ശരിക്കുള്ള അച്ഛനെ അമ്മ ആയിരുന്നില്ല സർജറിക്ക് വേണ്ടി സൈൻ ചെയ്തതെന്ന്. പാകപ്പാടെ പ്രശ്നമായിട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ തന്റെ ക്യാമ്പിലേക്ക് വന്നിരിക്കുന്ന സമയത്താണ് സോബി സിസ്റ്റർ അങ്ങോട്ട് വരുന്നത്. സിസ്റ്ററെ കണ്ടതും ഇഷിത ചോദിച്ചു, അല്ല സിസ്റ്ററെ, ആ ഫേക്ക് ആയിട്ടുള്ള ആ അച്ഛനും അമ്മയുടെ ഡീറ്റെയിൽസ് അവരെ കുറിച്ച് ഉള്ളതും കിട്ടിയോന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലുണ്ടായി സോഫിയില്. പെട്ടെന്ന് സോഫി പറഞ്ഞു, ഇല്ല ഇഷിത മാം എന്ന് പറയണം. അതെ, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആതിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലും ഞാനും ഈ പറയുന്ന എല്ലാവരും കുറ്റക്കാരായിരിക്കും എന്ന് പറയണം. ഒരു കാരണവശാലും അവര് മരണത്തിലേക്ക് പോലെ അവരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നൊക്കെ പറയാം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന വേം തന്നെ നമ്മളെല്ലാം ചെയ്യണം. അത് മാത്രമല്ല സോഫി സിസ്റ്ററിന്റെ ഒരു കണ്ണ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. ഫുൾ സമയം ഞാൻ സോഫി സിസ്റ്റർ അങ്ങോട്ട് വിട്ടേക്കും ആതിരയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. സിസ്റ്റർ ഇവിടെ ഉള്ള സമയത്ത് ആതിരയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയൊക്കെ വേണമെന്ന് പറയണം. ശരി മാം എന്ന് പറയണ, കാരണം അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. ആ സമയത്തും സോഫിയുടെ മനസ്സിൽ വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. തന്റെ കുടുംബത്തെ നല്ല കരകയറ്റാൻ വേണ്ടിയിട്ട് വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. തന്റെ അനിയത്തിമാരുടെ വിവാഹം ഇപ്പൊ തന്നെയാണ് ഈ ജോലിയുടെ ഈ ശമ്പളം കൊണ്ടൊന്നും ഒന്നും ആത്തില്ലാത്തൊരവസ്ഥയാ. ഒരു പക്ഷേങ്കിൽ അയാളെ പറയുന്നൊക്കെ അനുസരിക്കുവാണെങ്കിൽ തനിക്കും കുടുംബത്തിന് കരകയറാനായിട്ട് പറ്റും. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സോബിയുടെ മനസ്സിൽ ഒരു പ്രത്യാശയുടെ വെളിച്ചം ഉണ്ടാവുകയാണ്. 2-3 ദിവസം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. 3 ദിവസത്തിൽ മരിച്ചില്ലെങ്കിൽ പോയിസൺ ഇഞ്ചക്ട് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ. അങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് സോബി അങ്ങോട്ട് പോവാണ്. പിന്നീട് ഇഷിത വീട്ടിലേക്ക് വരുക. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മാഷിനെ കണ്ടേ. അപ്പൊ മാഷിനോട് ചെന്താ മാഷേ, ഇതെന്താ പദവിയിലും വിപരീതമായിട്ടെന്ന് ഇവിടെ വന്നിരിക്കണേന്ന് ചോദിക്കണം. ഗാർഡനിൽ വന്ന് മാഷ് ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മാഷ് പറഞ്ഞു, ചുമ്മാ ഞാന് ഈ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാന്ന് വെച്ചെന്ന് പറയാണ്. പിന്നെ ഇഷിത മാഷിന്റെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. കുറെ സമയം സംസാരിക്കുന്നുണ്ട്. മാഷ് പറഞ്ഞു, അല്ല മോൾക്ക് പൂർണ്ണ സമ്മതമാണല്ലോ, എനിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അവസാന നിമിഷം വേണ്ടാന്നൊന്നും പറയത്തില്ല അല്ലേന്ന് ചോദിക്കാം. ഇല്ല അച്ഛാ, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ. ദേ എനിക്കിനി ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയണം. എനിക്കറിയാം മോൾക്ക് ചിപ്പിമോളെ എത്രമാത്രം ഇഷ്ടമാന്നുള്ള കാര്യം. ചിപ്പിനെ പിരിഞ്ഞിരിക്കാനായിട്ട് ഒരു സമയം പോലും മോൾക്ക് പറ്റില്ല എന്ന് എനിക്കറിയാന്ന് പറയാം. അതെ അച്ഛാ, അച്ഛൻ പറഞ്ഞ ശരി തന്നെയാ. ചിപ്പിമോളെ എന്നെ അത്രയ്ക്ക് അത് സ്വാധീനിച്ചു കഴിഞ്ഞു. അവളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഇപ്പൊ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. ഒരു പക്ഷേങ്കില് എനിക്കൊരു അമ്മയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എനിക്ക് ഇനി കുഞ്ഞുങ്ങളുണ്ടായാലും എന്റെ മോള് അവള് തന്നെയായിരിക്കും എന്ന് പറയണം. മാഷിന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ കണ്ണു നിറഞ്ഞു. പിന്നീട് വീട്ടിലേക്ക് കയറി വരികയാണ് മാഷും ഇഷിതയും കൂടെ. അപ്പൊ സുചിത്ര വന്നിട്ട് പറഞ്ഞു, കല്യാണമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തിളക്കമൊക്കെ ആണല്ലോ എന്ന് പറയാണ്. സുചിത്ര കളിയാക്കുവാണ് ഇഷിതനെ. ഇത് കേട്ട പ്രിയാമണി പറഞ്ഞു, അതെ എന്റെ മോളെ അങ്ങനെ നീ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയണം. എന്റെ മോൾ അല്ലെങ്കിൽ സുന്ദരിയൊക്കെ തന്നെയാന്ന് പറയണം. പിന്നെ ഒരു സുന്ദരി വന്നിരിക്കുന്നു പറയണം. അപ്പോഴേക്കും ആഷിത അങ്ങോട്ട് വന്നു. വാ ഇഷു എന്നും പറഞ്ഞിട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ പ്രിയാമണി പറഞ്ഞു, ഇനിയിപ്പം ഇഷുവിനെ നോക്കേണ്ട കാര്യമില്ല, ചേച്ചി അനിയത്തിയും എല്ലാരും കൂടെ കൂടിയിട്ട് അവരൊരു ബഹളം തന്നെ ആയിരിക്കും എന്ന് പറയണ. അങ്ങനെ അകത്ത് പോയി അവര് സംസാരിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേനുമാണ് അങ്ങോട്ടേക്ക് മഹേഷ് വരുന്നേ. മഹേഷ് ഇഷിതനെ കണ്ടതും ഇഷിതാന്ന് വിളിക്കുകയാണ്. ഇഷിത ഒരു നിമിഷം നിന്നു. പിന്നീട് എന്താ മഹേഷ് എന്ന് ചോദിക്കണം. അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു പറയണ. എന്ത് കാര്യങ്ങള്? അല്ല അത് പിന്നെ ഞാന് എന്ത് കാര്യം ഉണ്ടല്ലോ പറഞ്ഞോ, അത് കഴിഞ്ഞ് സംസാരിക്കാമല്ലോ എന്ന് പറയണം. അല്ല അല്ലെങ്കിൽ പിന്നെ മതി എന്ന് പറയണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറഞ്ഞോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. ചിപ്പിമോളുടെ കാര്യത്തിലാ. ഒരു പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ സ്നേഹം തന്നെ ചിപ്പിമോളുടെ സമയത്ത് കാണിക്കൂല അല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, എന്താ മഹേഷിന് എന്നെ സംശയം ഉണ്ടോന്ന് ചോദിക്കാം. ഇല്ല, ഞാൻ ചോദിച്ച ഇഷിതയ്ക്ക് അറിയാലോ, ഞാൻ എന്റെ ചിപ്പിമോൾക്ക് വേണ്ടി മാത്രം ഇഷിതനെ വിവാഹം കഴിക്കുന്നേ. എന്റെ ചിപ്പിമോളുടെ സന്തോഷം അത് മാത്രമല്ല, എനിക്ക് അവളെ വേണം. രചനയുടെ കയ്യിൽ നിന്നും എനിക്ക് അവളെ വേണമെന്ന് പറയാണ്. ഇനിയിപ്പം നമ്മൾ തമ്മിലുള്ള ജീവിതത്തില് എനിക്കറിയാം ഇഷിത എത്രമാത്രം ചിപ്പിമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവളെ നമുക്ക് സ്വന്തമാക്കണമെന്ന് പറയാണ്. അതിന് മാറ്റം ഉണ്ടായാല് കോടതി കേസ് വിളിക്കുന്ന സമയത്ത് അറിയാലോ, രചനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ നമുക്ക് കിട്ടണമെന്ന് പറയാണ്. ഇത് കേട്ടതും ഇഷിത ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ചിപ്പിമോളെ കൊണ്ടുവിടാനായിട്ട് അങ്ങോട്ടേക്ക് രചനയും
ആകാശമൊക്കെ വരുന്നത്. അങ്ങനെ അവര് വരുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. മഹേഷും ഇഷിതയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആകാശ് രജനോട് പറഞ്ഞു, ഇതെങ്ങ് നോക്ക്, ഇതേ കാഴ്ച കണ്ടോന്ന് ചോദിക്കണം. അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന കണ്ടു. അല്ല, ആ കാഴ്ച കണ്ട് തനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോന്ന് ചോദിക്കുക. എന്തു തോന്നാൻ, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, എനിക്ക് അന്ന് ഇപ്പം സംസാരമൊക്കെ അത്ര പന്തിയായിട്ട് തോന്നില്ലെന്ന് പറയണം. താൻ പറഞ്ഞ കാര്യം ശരിയാണോ എന്നൊരു സംശയം. ഇനിയിപ്പൊ അവര് തമ്മിൽ അങ്ങനെ വിവാഹം കഴിക്കാൻ പോവാണോ? അങ്ങനെയൊന്നും വരത്തില്ല. ഇനിയിപ്പോ ഇഷിത ഡോക്ടർ എന്നോട് എന്തിനാ കള്ളത്തരം പറയണേ? കള്ളത്തരമൊന്നും പറയത്തില്ല എന്ന് പറയണേ. കള്ളത്തരം പറയേണ്ട കാര്യം ഡോക്ടർക്ക് ഇല്ലല്ലോ എന്ന് പറയാം. അത് ശരിയാണ് എന്ന് പറയാണ്. പിന്നീട് മഹേഷ് കാറിൽ കയറി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇഷിത അങ്ങ് കാറിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നേ. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷിയാമയെന്ന് വിളിച്ചോണ്ട് ഓടി വന്ന് ഇഷിതനെ കെട്ടിപ്പിടിക്കണം. ഇഷിത മോളെ കോരി എടുക്കണം. ആഹാ ചിപ്പിമോളെ, അതെ എന്നെ ഇന്ന് കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലേ, എനിക്ക് നാളെ പോയാൽ മതി എന്ന് പറയണേ. എന്തെന്നില്ലാത്ത സന്തോഷം ഇഷിതയ്ക്ക് തോന്നി. അപ്പോഴേക്കും രചന ഡോർ തുറന്ന് രചനയും കൂടെ ഇറങ്ങി വന്നു. രചന ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ പറഞ്ഞല്ലോ ചിപ്പിമോൾക്ക് കൂടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് മാത്രമല്ല ഇഷിതയുടെ കൂടെ ഒരു രാത്രി ചെലവഴിക്കണമെന്ന്. അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല എന്ന് പറയാണ്. പിന്നീട് ഇഷിത വെച്ച്, ഇഷിതയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലോ. എന്ത് ബുദ്ധിമുട്ട്? ഇവളുള്ളത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് സന്തോഷമുള്ളെന്ന് പറയണേ. ഇപ്പോഴാണ് വീട്ടിൽ സൂരജ്മോനും ഉണ്ട്, ഇവൾക്ക് കളിക്കാനും കൂട്ടായും. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാലും ദേ ഇവള് പിന്നെ ഹാപ്പിയാന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രചന അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിൽ മഹേഷ് വേറെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അതിൻ്റെതായ ഒരു വിഷമവും ബുദ്ധിമുട്ടും എനിക്കുണ്ടെന്ന് പറയാണ്. അല്ല, അതിനെന്തിനാ രചന ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിക്കുക. ഒരു പക്ഷേങ്കിൽ കോടതി തീരുമാനം എന്താന്ന് പറയാൻ പറ്റില്ല. കോടതി മഹേഷിന്റെ കൂടെ കുഞ്ഞിനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാനമ്മയുടെ അടുത്ത് കുഞ്ഞെങ്ങനെ ജീവിക്കും? അതെനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ ഈ പറയും ഞാൻ സ്നേഹിക്കുന്ന പോലെയോ ഇഷിത സ്നേഹിക്കുന്ന പോലെയോ കുഞ്ഞിനെ അവർ സ്നേഹിച്ചെന്ന് വരത്തില്ല എന്ന് പറയാം. ഇത് കേട്ടതും ഇഷിത ഒന്ന് രചനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. രചന ഇഷിതനെ അളക്കുവാണ്. ഇനി ഇവരുടെ വായിന്ന് എന്തേലും വീഴുവോ എന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല പേടിയുണ്ട് ഇഷിതെ, മഹേഷ് കല്യാണം കഴിക്കുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, ആ കാര്യത്തിൽ രചന ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്ന ഒരാളായിരിക്കും വരാൻ പോകുന്ന പറയാ. അതെങ്ങനെ ഇഷിതയ്ക്ക് പറയാൻ പറ്റും? വരുന്നവള് പൊന്നുപോലെ നോക്കുന്ന ഇഷിതയ്ക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇഷിത ആകെപ്പാടെ പെട്ടു. അല്ല, സാധാരണഗതിയില് കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അത് ശരിയാ, പക്ഷെ അവർക്കൊരു ഭാവിയിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, ഇനിയിപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തൊരു സ്ത്രീയോ അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിലൊരു സ്ത്രീയോ അങ്ങനെയാണോ മഹേഷ് കല്യാണം കഴിക്കുന്ന പോന്ന് പറയാൻ പറ്റില്ലോ. അങ്ങനെയാണ് പിന്നെ ആ പേടിയുടെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം. രചന പറഞ്ഞു, അത് ശരിയാ, അതിന്റെ ആവശ്യമില്ല. എന്നാലും കുഴപ്പമില്ല. അതെ ശരി, എന്നാ പിന്നെ കാണാന്ന് പറഞ്ഞോണ്ട് രചന കയറി പോവാണ്. അങ്ങനെ രചന കാറിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ചിപ്പിമോളോട് ചോദിച്ചു, അതെ ചിപ്പിമോള് മുഖത്ത് ഭയങ്കര സന്തോഷമുള്ളോ? അത് പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുവോ? എന്റെ ഷിയാമനെ കാണാൻ വന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമാന്ന് പറയണ. അതെ ഷിയാമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയണേ. എന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയണ. പിന്നീട് ചിപ്പിമോളം കൂട്ടിക്കൊണ്ട് നേരെ ഫ്ലാറ്റിനകത്തേക്ക് വരുവാണ്. ആ സമയത്ത് ചിപ്പിമോൾ പറഞ്ഞു, അതെ ഞാൻ ഷിയാമയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതൊക്കെ ഞാൻ പിന്നെ തരാന്ന് പറയണം. അങ്ങനെ ചിപ്പിമോളം കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ചിപ്പിമോള് മുമ്പത്തെ പോലെയല്ല ഇപ്പൊ ആ വീട്ടിലേക്ക് വരുന്നത്. ഇനി ഇപ്പൊ ഇഷിതയുടെ കുഞ്ഞാണത്. അപ്പൊ ആ രീതി വേണം എല്ലാരും കാണാനായിട്ട്. പോരാത്തിന് സൂരജ്മോനും ചിപ്പിമോളെ ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാനും അല്ലെ കൂട്ടുകൂടാനും ഒക്കെ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും പ്രിയാമണി ചിപ്പിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളേന്നും പറഞ്ഞോണ്ട്. പിന്നീട് ഇഷിതോട് ഇതാരെന്നറിയോ, ഇനി മുതല് മോളുടെ അമ്മമ്മയാന്ന് പറയണം, അമ്മയുടെ അമ്മയാന്ന് പറയണം. എനിക്കറിയാന്ന് പറയണം. പിന്നീട് മാഷിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാരാന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. സൂരജ്മോനും പറഞ്ഞു, എനിക്ക് ചിപ്പിമോള് വന്നല്ലോ, എനിക്കിനി കളിക്കാൻ കൂട്ടായെന്നൊക്കെ പറയണം. അങ്ങനെ ചിപ്പിമോള് എല്ലാവരുമായിട്ട് ഭയങ്കര അടുത്തു. ഈ സമയത്ത് സുചിത്ര വന്നിട്ട് പറഞ്ഞു, ഇപ്പോഴാണ് ഈ വീട്ടിൽ ആളും അനക്കൊക്കെ ഉണ്ടായത് ചിപ്പിമോളുടെ വരവോടുകൂടി. മാഷ് പറഞ്ഞു, അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുവോ? കാരണം മറ്റൊന്നുമല്ല, ഇനിയിപ്പൊ ഇവിടെ നമ്മുടെ ഇഷിതയുടെ കുഞ്ഞല്ലേന്ന് ചോദിക്കും ചിപ്പിമോള്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. അന്ന് ഞാൻ ശരി ഡ്യൂട്ടിക്ക് പോയിട്ട് വരാന്ന് പറയണം. കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഷിത പോകുന്നത്. അങ്ങനെ ഇഷിത ഡ്യൂട്ടിക്ക് പോണ സമയത്ത് ചിപ്പിമോൾ സൂരജ്മോന്റെ കൂടെ അവരുടെയും കൂടെ കളിക്കുവാണ്. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. നേരത്തെ ഇറങ്ങി വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ ഇഷിത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ ഓടിപ്പോയി ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതെല്ലാം മാഷും അവരൊക്കെ കണ്ടു. കാരണം ഇത്രയും സമയം തങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും തങ്ങളോട് കാണിക്കാത്ത ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ചിപ്പിമോള് ഇഷിതയോട് കാണിക്കുന്നുണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, പെറ്റമ്മയോട് ഒരു കുഞ്ഞ് എത്ര സ്നേഹം കാണിക്കുന്നു അതേപടി ഒരു സ്നേഹമാണ് ഇപ്പോഴും അവളോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് പറഞ്ഞതേ രാവിലെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ഗിഫ്റ്റ് തരാന്ന്.
ഞാൻ ഗിഫ്റ്റ് തരട്ടെ എന്ന് ചോദിക്കാം. തന്നോളം പറയണം ബാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകണം മുറിയിലേക്ക്. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ബാഗ് തുറന്നു. ബാഗ് തുറന്നിട്ട് അതിനകത്ത് ആ ഗിഫ്റ്റ് കൊടുത്തു. ആ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കണം. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം അതേലേക്ക് നോക്കി. എന്നിട്ട് അറിയാതെ ഇഷിതയുടെ കണ്ണ് നിറഞ്ഞു പോയി. ഇത് വേൾഡ് ബെസ്റ്റ് മോം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റ് ആയിരുന്നു. അത്തേൽ എഴുതിയേക്കുന്ന അങ്ങനെയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ഇത് നോക്കിയ ആഷിത് പറഞ്ഞു, ആഹാ കൊള്ളാലോ, അമ്മയ്ക്ക് വേണ്ടി മോള് കൊണ്ടുവന്നാണെന്ന് നോക്കിയാ. അതെ, ഇതെന്റെ അമ്മയാന്ന് പറയണ. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ഞാൻ കുറെ നോക്കി, എന്നിട്ടാണ് എനിക്കിത് കിട്ടിയെന്ന് പറയണം. ഈ സമയം രജനി ആലോചിച്ചു, മൃണാളിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയെന്ന് ചിപ്പി. പക്ഷെ തനിക്ക് ഇതിലായിട്ടും ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ. അവൾ അമ്മയ്ക്കാന്നും പറഞ്ഞ് വാങ്ങിയെന്നല്ലേ പറഞ്ഞേ. പക്ഷെ അവള് തനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല. അപ്പൊ അവൾ ആർക്ക് വേണ്ടിയായിരിക്കും? ഒരു പക്ഷെ ഇഷിതയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ വാങ്ങിയതാണോ? അങ്ങനെ വരാൻ വഴിയില്ല. അവളുടെ അമ്മ താനല്ലേ. പിന്നെ ഇഷിതയ്ക്ക് കൊണ്ടേ കൊടുക്കേണ്ട കാര്യമില്ല. എത്ര ആലോചിച്ചിട്ടും രചനയ്ക്ക് ആ കാര്യം പിടിയിട്ടില്ല. ആ സമയം ഇതൊന്നും അറിയത്തില്ല. ചിപ്പിമോള് ഇഷിതയുടെ കൂടെ അടിച്ചു പൊളിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.